ഉറിയിൽ തുടർച്ചയായ ഷെല്ലാക്രമണം ഇപ്പോൾ ഉണ്ട്. വടക്കൻ കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ കനത്ത ഷെല്ലിങ്ങാണ്. ജമ്മു കാശ്മീരിലെ എല്ലാ സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും ഇനിയൊരു അറിയിപ്പുണ്ടാകും അടച്ചിടും എന്നൊരു വാർത്ത കൂടി ബൽറാം അവിടെ നിന്ന് പറഞ്ഞു. അല്പസമയത്തിനകം ബൽറാമിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൽറാം ശ്രീനഗറിലേക്ക് എത്തുകയാണ്. എന്തായാലും വിജയകുമാർ, ശ്രീനഗർ വിമാനത്താവളത്തിലേക്ക് ഈ പറയുന്ന ഈ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. പക്ഷേ അത് ഇന്റർസെപ്റ്റ് ചെയ്തു. 10ഓളം തവണ ഇന്റർസെപ്റ്റ് ചെയ്തെന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ ഈ പറയുന്ന അതിർത്തി മേഖലകളിലെ ഷെല്ലാക്രമണം ഒരു മയമില്ലാതെ തുടരുന്നു. ഒരു ആളുകൾ ഒഴിപ്പിച്ചത് കാരണം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലെയുള്ള ആളപായം അവിടെ ഉണ്ടാവില്ല എന്ന് മാത്രം. വിജയകുമാർ, ഏതായാലും ഇന്നലത്തേതിന് സമാനമായി ഇപ്പോൾ ഈ പശ്ചിമ തീരം അല്ലെങ്കിൽ ഈ പടിഞ്ഞാറൻ തീരം ആകെ പാകിസ്ഥാൻ ഈ ഡ്രോണുകൾ കൊണ്ട് നിറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ അങ്ങനെ നിറയ്ക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരം. അത് തൊടുക്കുമ്പോൾ തന്നെ, അത് നമ്മുടെ ഈ വ്യോമ പരിധിയിൽ എത്തുമ്പോൾ തന്നെ അതിനെ നിർവീര്യമാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തുടർച്ചയായി നടക്കില്ല എന്നറിയാമെങ്കിലും പാകിസ്ഥാൻ ഈ നിലയിൽ ആത്മഹത്യാപരമായ ശ്രമം നടത്തുന്നത് എന്നതിൽ നമുക്ക് സംശയവുമുണ്ട്. മറ്റെന്തെങ്കിലും ഇതിന് മറവിൽ, ഈ പറയുന്ന നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ ഇന്നലെ ഇതിന് മറവിലാണ് കൊടും ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്താൻ ഒരു ശ്രമം സാംബയിൽ നടന്നത്. പക്ഷേ തിരിച്ചടിച്ചപ്പോൾ 7 ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരരെയാണ് സ്പോട്ടിൽ ഇന്ത്യക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞത്. 2 പേർ ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇതിന് മറവിൽ മറ്റെന്തെങ്കിലും വലിയ നീക്കങ്ങൾക്ക് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ചില പ്രതിരോധ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കട്ടെ. അതിൻ്റെ പ്രതിവിധി സേന ഉചിതമായ സമയത്തെടുക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. ദിലീപ്, ഇതിലിപ്പോൾ ഈ ഗുജറാത്തിൽ ഇപ്പോൾ 10 ഡ്രോൺ അവിടെ ആ മേഖലയിൽ സൈന്യം തകർത്തു എന്ന് പറയുന്നു. രാജസ്ഥാനിലും അത്രയും സമാനമായി ഡ്രോണുകൾ വീഴ്ത്തിയതായി പറയുന്നുണ്ട്. പഞ്ചാബിലും ജമ്മു കാശ്മീരിലും ഒക്കെ സമാന സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്നലത്തെ അതേ പാറ്റേണിൽ, അതേ മേഖലയിൽ, അതേ ലക്ഷ്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഇന്നിപ്പോഴും നടത്തുന്നത് പാകിസ്ഥാൻ, അല്ലേ? വിജയകുമാർ, തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയാണ് പാകിസ്ഥാൻ. തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് ഈ ഇന്ത്യയിൽ ആക്രമണത്തിനായി ഉപയോഗിക്കുന്നത്. നേരത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുർക്കി പ്രസിഡന്റ് സയ്യിദ് റൈസിബ് എർദോഗനുമായി സംസാരിച്ചിരുന്നു. തുറന്ന പിന്തുണ നേരത്തെ തന്നെ പാകിസ്ഥാന് പ്രഖ്യാപിച്ച രാജ്യമാണ് തുർക്കി. ലോകത്ത് ഒരേ ഒരു രാജ്യമാണ് പാകിസ്ഥാന് പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുള്ളത്, അത് തുർക്കി മാത്രമാണ്. തുർക്കിയുടെ ആയുധങ്ങൾ, അത് ഡ്രോണുകൾ മാത്രമല്ല, ഹെലികോപ്റ്ററുകൾ, സൈനിക ഹെലികോപ്റ്ററുകൾ അടക്കം തുർക്കി പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. ഇന്ത്യ ശക്തമായി തന്നെ അതിന് മറുപടി നൽകുന്നുണ്ട്. ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ഏതായാലും ഈ വ്യോമത്താവളങ്ങളും സൈനിക താവളങ്ങളും ഒക്കെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ഈ ഡ്രോൺ ആക്രമണത്തിൽ വ്യോമത്താവളങ്ങളിലോ സൈനിക താവളങ്ങളിലോ ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് ചേരുന്നുണ്ട്. ദിലീപ് കുമാർ ഓഡിയോയിൽ ചെറിയൊരു തകരാറ് ഒന്ന് പരിഹരിക്കട്ടെ. എന്തായാലും അവിടെ ശ്രീനഗർ ജമ്മു കാശ്മീരിലെ കോളേജുകൾ അടച്ചിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. എല്ലാ കോളേജുകളും സ്കൂളുകളും സർവകലാശാലകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുമ്പോൾ അടച്ചിടും എന്നാണ് അറിയാൻ കഴിയുന്നത്. വടക്കൻ കശ്മീരിലെ കുപ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ കനത്ത ഷെല്ലിംഗ് തുടരുന്നു. ഉറിയിൽ തുടർച്ചയായ ഷെല്ലാക്രമണമുണ്ട്. ഫിറോസ്പൂരിൽ ഇതുവരെ 50ഓളം ഡ്രോണുകൾ തിരിച്ചറിഞ്ഞ് തകർത്തു എന്നുകൂടി പറയുന്നു. ഫിറോസ്പൂർ ജനവാസ മേഖലയിലാണ്, അങ്ങോട്ടേക്കാണ് 50ഓളം ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ രാത്രി പാകിസ്ഥാന്റെ സ്ട്രാറ്റജി ഒരുപക്ഷെ ഇന്നലത്തെ 36 എന്നുള്ളത് 11-12 ആക്കി കുറച്ചെങ്കിൽ ആ മേഖലകളിൽ കൂടുതൽ ഡ്രോണുകൾ അയക്കുക എന്നുള്ള ഒരു നീക്കം അവർ നടത്തുന്നുണ്ടോ എന്നൊരു സംശയം. എത്ര എണ്ണം അയച്ചാലും ഒരൊറ്റ ഡ്രോൺ പോലും താഴേക്ക് തൊടുന്നില്ല എന്നുള്ളതാണ് സത്യം, വസ്തുത. ബൽറാം തുടരുന്നു. ബൽറാം, ജമ്മു കാശ്മീരിലെ സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ അനിശ്ചിതകാലത്തെ കടച്ചിടാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ് ബൽറാം? ഹാഷ്മി, ആദ്യഘട്ടത്തിൽ ഈ ഞായറാഴ്ച വരെയായിരുന്നു സ്കൂളുകൾക്കും സർവകലാശാലകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ ഒരു സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചിടാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. ഇത് ഇന്ന് സർവകലാശാല വൈസ് ചാൻസലർമാരുമായി സംസ്ഥാന നേതൃത്വം സംസാരിച്ചിരുന്നു. ഒരു ഓൺലൈൻ മീറ്റിംഗ് ചേർന്നിരുന്നു. ആ മീറ്റിംഗിൽ വിവിധ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ട ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് എന്തായാലും നടപ്പാക്കാനുള്ള തീരുമാനം ഔദ്യോഗികമായി തന്നെ തീരുമാനം ആയിരിക്കുകയാണ്. അതേസമയം ജമ്മു കശ്മീരിന്റെ അതിർത്തി മേഖലകളിൽ ശക്തമായ ഷെല്ലാക്രമണം തുടരുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉറിയിൽ തുടർച്ചയായി ഷെല്ലാക്രമണം ഉണ്ടാകുന്നു. ഇന്ന്
ഇരുട്ടും മുമ്പ് തന്നെ 7 മണിയോടെ തന്നെ പാകിസ്ഥാന്റെ ഷെൽ ആക്രമണം ഈ മേഖലയിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും അത് ശക്തമായി തുടരുകയാണ്. ഇത് കൂടാതെ കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ കനത്ത ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടിക്കുന്നുണ്ട് ഈ മേഖലയിലൊപ്പം തന്നെ. ഇതോടൊപ്പം പുൽവാമ അടക്കമുള്ള മേഖലകളിലും ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ഈ ഡ്രോണുകൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം തകർത്തിട്ടുണ്ട്. ശ്രീനഗർ, ബദ്ഗാം, അവന്തിപ്പോര, സോപ്പൂർ, ബാരാമുള്ള, പുൽവാമ, അനന്ത്നാഗ് എന്നിവിടങ്ങളിലാണ് ഡ്രോണുകൾ കണ്ടെത്തിയത്. ഇതെല്ലാം തന്നെ തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആളുകൾ ആശങ്കയിലാണ്. ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഇന്ന് ബ്ലാക്ക് ഔട്ട് ഭൂരിഭാഗം ജില്ലകളിലും ജമ്മു കശ്മീരിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആകാശത്ത് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറി ശബ്ദം കേൾക്കുന്നതിൽ ആളുകൾ ആശങ്കയിലാണ്. എന്നാൽ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. പ്രതിരോധ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഡ്രോണുകൾ എത്തുമ്പോൾ തന്നെ അത് തിരിച്ചറിഞ്ഞ് തകർക്കാൻ പ്രതിരോധ സംവിധാനത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജമ്മു കശ്മീരിൽ ഇതുവരെയും ഡ്രോണുകൾ യാതൊരു തരത്തിലുള്ള പോറലും ഏൽപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഇല്ല. എന്നാൽ തുടർച്ചയായുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ന് വൈകിട്ട് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രതിരോധിക്കാൻ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതിർത്തി ജില്ലകളിൽ, ജമ്മു കശ്മീരിലെ അതിർത്തി ജില്ലകളിൽ പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഷെല്ലാക്രമണം രൂക്ഷമായ പൂഞ്ച്, രജൌരി അടക്കമുള്ള മേഖലയിൽ ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്.